അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ധാരാളം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് രോഗങ്ങളാണ്, മാറാത്ത വ്യാധികൾ ഒരുപാട് ആളുകൾക്കുണ്ട്. ഹോസ്പിറ്റലുകളിൽ പോകും. ഹോസ്പിറ്റലുകൾ പോലും ഇന്ന് വ്യവസായമായി മാറിയിരിക്കുകയാണ്. എല്ലാ നിലയിലും ആളുകളുടെ പൈസ പിടുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ഹോസ്പിറ്റലുകൾ പോലും മാറിയിരിക്കുന്നു. നല്ല ചികിത്സയും നല്ല ഡോക്ടർമാരുമൊക്കെ അപൂർവമായിരിക്കുന്നു. നല്ലവരായ ആളുകൾ ധാരാളമുണ്ട്. എന്നാലും അതിനിടയിൽ ആളുകളെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ സാമ്പത്തിക സ്രോതസ്സ് മനസ്സിലാക്കി എത്ര അവരിൽ നിന്നും കൈക്കലാക്കാം എന്ന ചിന്താ പ്രവണതകൾ വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ വലിയ തരക്കേടില്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് ഇത്ര നിലയിൽ ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് ആളുകളെ ഉപയോഗിക്കുന്ന തലങ്ങളിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പലരും ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ അതിൻ്റെ കഥകൾ പറയാറുണ്ട്. ഹോസ്പിറ്റലിലൊന്ന് കയറി ഇറങ്ങുമ്പോൾ തന്നെ പതിനായിരങ്ങളാണ് അവർക്ക് ചിലവാകുന്നത്. ചെല്ലുമ്പോൾ തന്നെ ഡോക്ടർമാർ പെട്ടെന്ന് അതും ഇതുമെല്ലാം കുറിച്ചു കൊടുക്കുന്നു. പല നിലയിലുള്ള മരുന്നുകൾ നൽകുന്നു, കഴിക്കുന്നു, വീണ്ടും മരുന്ന്, അസുഖം കുറയുന്നില്ല, വീണ്ടും പോകുന്നു, വീണ്ടും മരുന്ന് കുറിക്കുന്നു. ശരിയായ രൂപത്തിൽ കൃത്യമായി രോഗങ്ങൾ നിർണയിക്കുവാനോ അതല്ലെങ്കിൽ അപ്രകാരം എന്താണ് എന്ന് കണ്ടുപിടിക്കാനോ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ രോഗങ്ങൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈ രോഗി അവശനായിട്ടുണ്ടാകും. പിന്നീട് അവൻ മരണത്തിലേക്ക് അധിക ദൂരമല്ലാതെ പോകുന്നൊരവസ്ഥയിലേക്കും എത്തുന്നുണ്ട്. ചിലർക്ക് ശരിയായ വിധത്തിൽ രോഗം കൃത്യമായി നിർണയിക്കുകയും അതിന് മരുന്നുകൾ കഴിക്കുകയും വേഗത്തിൽ മാറുകയും ചെയ്യാറുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് രോഗം നൽകുന്നതും രോഗത്തിന് ശിഫ നൽകുന്നതും നമ്മുടെ തമ്പുരാനാണ്. അപ്പോൾ നമുക്ക് അസുഖം വന്നാൽ നാം ചികിത്സിക്കേണ്ട എന്നൊരിക്കലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നില്ല. മറിച്ച് നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ നാം ആദ്യമായി അള്ളാഹുവിൻ്റെ അടുക്കൽ തേടണം. 2 റക്അത്ത് വുളു ചെയ്ത് 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ദുആ ചെയ്യണം. പടച്ചവനെ, എനിക്ക് അസുഖമാണ്, രോഗമാണ് എന്നെല്ലാം ദുആ ചെയ്തതിന് ശേഷം നമ്മൾ ദുആ ചെയ്യണം പടച്ചവനോട്, അള്ളാഹുവേ, എൻ്റെ ഈ രോഗവുമായി ബന്ധപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു, നീയാണ് രോഗം നൽകുന്നവൻ, ശിഫ നൽകുന്നവൻ. പടച്ചവനെ, ഹോസ്പിറ്റലിൽ പോകുന്നത് കാരണമായി ആ ഡോക്ടർക്ക് കൃത്യമായി രോഗം നിർണയിക്കുവാനും അനുയോജ്യമായ മരുന്ന് എഴുതുവാനും അതുവഴിയായി എൻ്റെ രോഗമെല്ലാം നീ ശിഫ തരണമേ എന്ന് ദുആ ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇന്ന് ആളുകളൊക്കെ ആദ്യം രോഗം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നു. അവസാനം രോഗത്തിന് ശമനം വരാതെ വരുമ്പോൾ മാത്രം അവസാനമായി അള്ളാഹുവിനെ സമീപിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒന്നാമനായി നമ്മുടെ പടച്ചവനുണ്ടാകണം സഹോദരങ്ങളെ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്കുണ്ടാകണം. ഇപ്പോൾ ധാരാളം ആളുകളുണ്ട്, മുട്ടുവേദനയാണ്, അതിന് മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ വരെ നടത്തിയ ആളുകളുണ്ട്. എന്നിട്ടും അവരുടെ മുട്ടുവേദനകൾ മാറാത്തവരുണ്ട്. ധാരാളം ക്യാൻസർ പേഷ്യൻറ്റുകളായ ആളുകൾ അവരുടെ 1ാം സ്റ്റേജും 2ാം സ്റ്റേജും എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് കൃത്യമായി വെറുതെ മരുന്ന് കഴിക്കാമെന്നതിലുപരിയായി കൃത്യമായി അവരുടെ വേദനകൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത വളരെ വിഷമാവസ്ഥകൾ നമുക്കറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ നാം ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ എല്ലാ രോഗങ്ങളിൽ നിന്നും കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമെല്ലാം നമുക്കറിയാം. അദ്ദേഹവും ധാരാളം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട മഹാനായ മനുഷ്യനാണ്. അപ്പോഴെല്ലാം അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമായി വിലയം പ്രാപിച്ചു. അവസാനം അദ്ദേഹം ദുആ ചെയ്തു. അദ്ദേഹത്തിൻ്റെ നാവിൽ വരെ ഒരു തരത്തിലുള്ള രോഗം വന്നപ്പോൾ അദ്ദേഹം ദുആ ചെയ്തു, അന്നി മസ്സനി അല്ലുർവ അന്ത അർഹമുർ റാഹിമീൻ എന്ന്. പടച്ചവനെ, എനിക്കൊരു ഉപദ്രവം പറ്റിയിരിക്കുന്നു, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണല്ലോ എന്നെല്ലാം ദുആ ചെയ്തു. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആ രോഗമെല്ലാം മാറ്റിക്കൊടുത്ത് അദ്ദേഹം പഴയ അവസ്ഥ എപ്രകാരമായിരുന്നു അതിനേക്കാൾ മെച്ചമായ സൗകര്യങ്ങളിലും സുഖാസ്വാദനങ്ങളിലേക്കും അള്ളാഹു മടക്കിയെന്നാണ്. അള്ളാഹുവിന് എല്ലാറ്റിനും കഴിയും പ്രിയപ്പെട്ടവരെ. ആയതിനാൽ നമുക്ക് എന്തു വന്നാലും നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയണമെന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അതിന് രോഗത്തിന് ചികിത്സിക്കാൻ ഹോസ്പിറ്റലിൽ പോകണ്ട എന്നൊന്നുമല്ല. ചില ആളുകളുണ്ട്
പ്രാർത്ഥിച്ച് രോഗം മാറ്റുന്നവർ. തീർച്ചയായും അതിന് സാധ്യമാകുമെങ്കിലും നമ്മളോട് പ്രാർത്ഥന കൊണ്ട് മാത്രം രോഗം മാറ്റാനല്ല, രോഗത്തിന് അനുയോജ്യമായ ചികിത്സ തേടണമെന്ന് തന്നെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം അള്ളാഹുവിൻ്റെ അടുക്കൽ. ദുആ ചെയ്യുക, ചികിത്സിക്കുക, ദുആ ചെയ്യുക. നമുക്ക് കൃത്യമായ ആവശ്യമാണ് സഹോദരങ്ങളെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലപ്പോഴും മാറാത്ത രോഗങ്ങളുമായി കഴിഞ്ഞു വരുന്ന ആളുകളുണ്ട്. പലപ്പോഴും പറയും ഊരവേദന, വയറുവേദന, മുട്ടുവേദന, തലവേദന, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദന. പ്രത്യേകിച്ച് വൃദ്ധരായ ആളുകൾ, ചെറുപ്പക്കാരായ ആളുകളിൽ പോലും ഇപ്രകാരമുണ്ട്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വിട്ടുമാറാത്ത വേദനകൾ അനുഭവപ്പെടുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരു സ്വഹാബി, ബഹുമാനനായ ഉസ്മാൻ ബിൻ അബുൽ ആസ് എന്ന് പറയുന്ന ഒരു സ്വഹാബി പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നു. അന്നഹു ഷക്കാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജഅൻ യജിദുഹു ഫീ ജസദിഹി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വല്ലാത്ത വേദന അനുഭവപ്പെടുന്നു എന്ന്. നോക്കൂ, ശരീരത്തിൽ നമുക്കും അപ്രകാരമാണ്. ചില നേരങ്ങളിലൊക്കെ നാം ഹോസ്പിറ്റലിൽ പോയാൽ പോലും മാറാത്ത വേദന, അങ്ങനെ വേദന അനുഭവപ്പെടുന്ന ആളുകളുണ്ട്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ മുട്ടുവേദന, നടുവേദനയ്ക്കൊക്കെ ധാരാളമായി ചികിത്സിച്ച ആളുകളുണ്ട്. ചിലപ്പോഴെല്ലാം ഗ്യാസ് കയറിയിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് വേദന അനുഭവപ്പെടുന്ന ആളുകൾ, സഹിക്കാൻ കഴിയാത്ത തലവേദന എടുക്കുന്ന ആളുകൾ, അങ്ങനെ നിരന്തരമായി രോഗവും വേദനകളുമൊക്കെയായി കഴിയുന്ന ആളുകൾ. ഈ സ്വഹാബി വന്നിട്ട് പറയുകയാണ്, നബിയെ, എനിക്ക് വല്ലാത്ത വേദനയാണ്, ശരീരത്തിന് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് ഒരു മരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായി ചെയ്തു നോക്കുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായി നമ്മുടെ വേദനയും അസുഖങ്ങളൊക്കെ മാറും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണല്ലോ, ഏറ്റവും വലിയ ഭിഷഗ്വരൻ, ഏറ്റവും വലിയ ഡോക്ടർ നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചികിത്സാ രീതികൾ അത്ഭുതം നിറഞ്ഞതാണ്. നബി തങ്ങൾ അപ്രകാരം പറയുകയും സ്വഹാബാക്കൾ അതനുസരിച്ച് ചെയ്യുകയും ചെയ്തപ്പോഴെല്ലാം അവരുടെ അസുഖങ്ങളും പ്രയാസങ്ങളുമെല്ലാം മാറിയിട്ടുണ്ട് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. അത് യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ. നബി തങ്ങൾ പറഞ്ഞത് കൃത്യമായി സംഭവിക്കുമെന്നുള്ളതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് എവിടെയാണോ വേദന അനുഭവപ്പെടുന്നത് അവിടെ നിന്റെ കൈ അവിടെ വെക്കണം. ഇപ്പോൾ നമുക്ക് തലയിലാണ് വേദനയെങ്കിൽ കൈ ഇങ്ങനെ വെക്കുക, തലയിൽ കൈ വെക്കുക. എന്നിട്ടോ ബിസ്മില്ലാഹ് 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 എന്ന് 3 തവണ പറയണം. കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം ബിസ്മില്ലാഹ് 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 എന്ന് 3 പ്രാവശ്യം പറയണം. എന്നിട്ട് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു എന്ന് പറയുക. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. ഒന്നുകൂടെ പറഞ്ഞു തരാം. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. ഇതാണ് പ്രാർത്ഥന. ഇത് 7 പ്രാവശ്യം പറയണം. ഇപ്പോൾ തലയിൽ വേദനയാണെങ്കിൽ അഊദു ബിസ്മില്ലാഹ് 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 അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. ഇങ്ങനെ 7 പ്രാവശ്യം നമ്മൾ പറയണം. സഹോദരങ്ങൾ, അങ്ങനെ പറഞ്ഞാൽ എന്താണ് നേട്ടം? ആ സ്വഹാബി പറയുകയാണ്, ഫഫഅൽതു, ഞാൻ അപ്രകാരം ചെയ്തു. മറ്റു ഹദീസുകളിലൂടെ പല പ്രാവശ്യം ഞാൻ ചെയ്തു എന്ന് കാണാൻ കഴിയും. ഒരു പ്രാവശ്യം ചെയ്തിട്ട് മാറിയില്ല എന്നല്ല. നമ്മൾ എത്രയോ തവണ ആശുപത്രികളിൽ നമ്മുടെ അസുഖം മാറാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വാസത്തോടുകൂടെ എൻ്റെ റബ്ബ് ഇത് മാറ്റിത്തരും എന്നുള്ള ഉറപ്പോടുകൂടെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇത് പറയണം. എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം? ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമത്തിൽ പടച്ചവനെ, നീയാണ് രോഗം നൽകുന്നത്, നീയാണ് രോഗം ശമിപ്പിക്കുന്നത്, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. അങ്ങനെയുള്ള പടച്ചവനെ, നിന്റെ നാമത്തിൽ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി, അള്ളാഹുവിൻ്റെ പ്രതാപത്തിലും അവൻ്റെ കഴിവിനെ തൊട്ടും ഞാൻ കാവൽ തേടുന്നു. അള്ളാഹുവിൻ്റെ കഴിവും പ്രതാപത്തെയും തൊട്ട് ഞാൻ കാവൽ തേടുന്നു. അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടും അള്ളാഹുവിൻ്റെ പ്രതാപം കൊണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? കാവലിനെ തേടുന്നു. മിൻ ശർരി മാ അജിദു വ ഉഹാദിറു, എനിക്കിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയും വിഷമവും രോഗത്തെ തൊട്ടും ഇനി വരാനുള്ള എല്ലാ നിലയിലുള്ള വേദനകൾ, പ്രയാസങ്ങൾ, രോഗത്തിനെ തൊട്ടെല്ലാം അള്ളാഹുവേ നിന്റെ പ്രതാപത്തെയും നിന്റെ കഴിവിനെ തൊട്ടും ഞാൻ കാവൽ തേടുന്നു പടച്ചോനെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പടച്ചോനെ, എനിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വേദനകളും, ഇനി വരാനുള്ള എല്ലാ വേദനകളും നിന്റെ കഴിവ് കൊണ്ടും പ്രതാപം കൊണ്ടും എനിക്ക് നീ മാറ്റിത്തരേണമേ പടച്ചോനെ എന്നാണ് അതിൻ്റെ അർത്ഥം.
ആ സ്വഹാബി എന്ത് ചെയ്തു? അതുപോലെ ചെയ്തു. ഫഫഅൽതു, ഞാൻ അപ്രകാരം ചെയ്തു. ഫഅദ്ഹബല്ലാഹു മാ കാന ബി, ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന, അതിതീവ്രമായി ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന, നാളിതുവരെയായി ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ വേദന എൻ്റെ ശരീരത്തിൽ നിന്ന് എങ്ങോട്ടോ പോയി മറഞ്ഞു. അള്ളാഹു മാറ്റിത്തന്നു, പടച്ചതമ്പുരാൻ എനിക്കത് മാറ്റിത്തന്നു എന്ന് ആ സ്വഹാബി പറയുകയാണ്. അങ്ങനെ എനിക്ക് മാറ്റിയ കാരണത്താൽ പല ആളുകളുടെയും ഇത്തരത്തിലുള്ള വേദനകൾക്ക് പരിഹാരമായി ഞാൻ ഈ മരുന്നും പറഞ്ഞു കൊടുത്തു എന്ന് ആ സ്വഹാബി പറയുകയാണ്. അങ്ങനെ അവരുടെയും രോഗം മാറി. അങ്ങനെ പരീക്ഷിച്ച്, അതല്ലെങ്കിൽ നബിതങ്ങൾ പറഞ്ഞത് ചെയ്ത് രോഗം മാറി എന്ന് ഉറപ്പുള്ള ഒരു മരുന്നാണ് സഹോദരങ്ങളെ. ഇപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെ കാണാം, ലഅി അദക്ക എന്ന് പറഞ്ഞതിനകത്ത് ചില ഹദീസുകളിലൂടെ നിങ്ങൾ വലത് കൈ വെക്കാനാണ് നബി തങ്ങൾ ചില ഹദീസുകളിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വലത് കൈ തന്നെ എന്ത് ചെയ്യണം? പരമാവധി വെക്കാൻ വേണ്ടി ശ്രമിക്കും. ഇനി വലത് കൈ എത്താത്ത ഇടങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇടത് കൈ വെച്ചാലും മതിയാകുന്നതാണ്. പരമാവധി വലത് കൈ തന്നെ വെക്കുക. പിന്നീടോ ചില ഹദീസുകളിലൂടെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഅി എന്നാണ് പറഞ്ഞത്, വെക്കാനാണ് പറഞ്ഞത്. ചില ഹദീസുകളിലൂടെ നിങ്ങൾ തടകാനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കെന്താണ്, ഇപ്പം ഇങ്ങനെ തലവേദനയാണെങ്കിൽ ഈ വലത് കൈ ഇങ്ങനെ വെച്ചിട്ട് ബിസ്മില്ലാഹ് 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 എന്നിങ്ങനെ പറയണം. എന്നിട്ട് അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു, അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി വഅജിദു വഉഹാദിറു. ഇപ്പം നമ്മുടെ മുട്ടുവേദനയാണ്, ആ മുട്ടുവേദനയ്ക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തടവുക 7 തവണ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് 7 തവണ ഇങ്ങനെ പറഞ്ഞ് തടവിക്കൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ രോഗങ്ങൾ ഏതാണെങ്കിലും മാറും പ്രിയപ്പെട്ടവരെ. ഇനി അതികഠിനമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് എങ്കിൽ അതിനും ഒരു മരുന്നുണ്ട് സഹോദരങ്ങളെ. ബഹുമാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമ ചെയ്ത ദുആയാണ്. നമ്മൾ വുളൂ ചെയ്യുക, നന്നായി നമസ്കാരത്തിന് വുളൂ ചെയ്യുന്നത് പോലെ വുളൂ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? 2 റക്അത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കരിക്കുക. സാധാരണയുള്ളൊരു സുന്നത്ത് നമസ്കാരം, അള്ളാഹുവിൻ്റെ അടുക്കൽ നിരുപാധികമുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അള്ളാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കുക. എന്നിട്ട് ആ നമസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സുജൂദിൽ കിടന്നുകൊണ്ട് വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുർറു വഅൻത അർഹമർ റാഹിമീൻ, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുർറു വഅൻത അർഹമർ റാഹിമീൻ, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുർറു വഅൻത അർഹമർ റാഹിമീൻ എന്നുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുക. നമ്മുടെ ഏത് രോഗവും ഇൻഷാ അല്ലാഹ് മാറുന്നതാണ്. നമ്മൾ ഇതിനർത്ഥം ഹോസ്പിറ്റലുകളിലും മറ്റ് ചികിത്സകളും തേടണ്ട എന്നല്ല, അതിനോടൊപ്പം തന്നെ ഇൻഷാ അള്ളാഹ് നമ്മൾ ചെയ്യുക. എപ്പോഴും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനൊന്നും പറ്റൂലല്ലോ സഹോദരങ്ങളെ. ഹോസ്പിറ്റലുകളിൽ നിന്ന് തഴഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അള്ളാഹ് ദൃഢമായ വിശ്വാസത്തോടുകൂടെ, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ, എൻ്റെ റബ്ബാണ് എന്നെ സൃഷ്ടിച്ചത്, എനിക്ക് രോഗം നൽകിയത്, അത് മാറ്റാൻ കഴിവുള്ളതും എല്ലാത്തിനും കഴിവുള്ളത് എൻ്റെ റബ്ബിനാണ്. ആയതിനാൽ എൻ്റെ റബ്ബിൻ്റെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചതാണിത്. ആയതിനാൽ എൻ്റെ രോഗം മാറുമെന്നുള്ള ഉറപ്പായ വിശ്വാസത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് ഇത് ചെയ്യുക. അതോടൊപ്പം തന്നെ ബഹുമാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമ ഈ പ്രാർത്ഥന വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുർറു വഅൻത അർഹമർ റാഹിമീൻ എന്ന് പറഞ്ഞപ്പോഴാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ശരീരമാകെ ഗ്രസിച്ചിരുന്ന ആ രോഗം മാറിയത്. ആയതിനാൽ അതും കൂടി നമ്മൾ പറയുക ഇൻഷാ അല്ലാഹ്. ഏത് രോഗവും അള്ളാഹു മാറ്റിത്തരും. പടച്ചതമ്പുരാൻ നമ്മുടെ ശരീരത്തിനകത്തും പുറത്തുമുള്ള എല്ലാ രോഗങ്ങൾക്കും ആജിലായ മുസ്തമിറായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നിലവിലുള്ള എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ഏതെങ്കിലും രോഗങ്ങൾ അള്ളാഹു നിർണയിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പുണ്യരായ ഹബീബിൻ്റെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ ഹക്ക് കൊണ്ട് അള്ളാഹു എല്ലാം മാറ്റിത്തരുമാറാകട്ടെ. അതെല്ലാം നമ്മിൽ നിന്ന് ഒഴിവാക്കി തരുമാറാകട്ടെ. എല്ലാ ഐശ്വര്യവും, എല്ലാ ഖൈറും, ബറക്കത്തും, സമ്പൂർണതയും, സന്തോഷവും, സൗഖ്യവും ജീവിതത്തിൽ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണശേഷമുള്ള ജീവിതത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.